അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റീഡിംഗ് കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിത് വായിച്ചതിന് ശേഷം താഴെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യണം. വി പ്ലേ ഓൺ സ്വിങ്സ് ആൻഡ് സ്ലൈഡ് ഓൺ ഗ്രാസ്. അപ്പോൾ ആദ്യം എന്തിനെ പറ്റിയാണിത്? ഫ്രണ്ട്സ് ഫോർ എവർ. അപ്പോൾ ഇന്നേക്കും ഫ്രണ്ട്സ് ആയവർ, ഫ്രണ്ട്സ് ഫോർ എവർ. വി പ്ലേ ഓൺ സ്വിങ്സ് ആൻഡ് സ്ലൈഡ് ഓൺ ഗ്രാസ്. അപ്പോൾ നമ്മൾ ഊഞ്ഞാലാടും, എന്നിട്ട് പിന്നെ നമ്മൾ ഗ്രാസിൽ സ്ലൈഡ് ചെയ്യും. ടേക്ക് ഫണ്ണി സെൽഫീസ്, ഷെയർ അവർ ജോയ്സ്. എന്നിട്ട് നമ്മൾ സെൽഫീസ് എടുത്ത് നമ്മുടെ പരസ്പരം സന്തോഷം അറിയിക്കും. വി വാച്ച് കാർട്ടൂൺസ് ആൻഡ് ഡാൻസ് അറൗണ്ട്. നമ്മൾ കാർട്ടൂൺസ് കാണും, ഡാൻസ് ചെയ്യും. ആൻഡ് ലോഫ് അണ്ടിൽ വി ഫോൾ ഓൺ ദ ഗ്രൗണ്ട്. നമ്മൾ ചിരിച്ച് നിലത്ത് വീഴുന്നത് വരെ നമ്മൾ ചിരിക്കും. വി പ്ലേ ഓൺ ഫോൺസ് ആൻഡ് പെയിൻറ്റ് ഓൺ വാൾസ്. നമ്മൾ ഫോണിൽ കളിക്കും, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ചുമരിലൊക്കെ പെയിൻറ്റ് ചെയ്യും. വിത്ത് കൈൻഡ്നെസ് ഷൈനിങ് ഫ്രം ദ ഹാർട്ട് വി ആർ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇൻ ഓൾ വി ഡു. അതായത് നമ്മുടെ മനസ്സിൽ ഒരു ദയ ഉണ്ട്, നമ്മുടെ ഹാർട്ടിൽ നിന്ന്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദയ ഷൈൻ ചെയ്യുന്നു, തിളങ്ങുന്നു. അങ്ങനെ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കുന്നു നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും. ആൻഡ് വിഷ് ഈച്ച് ഡേ വാസ് പ്ലേ ടൈം ടു. എന്നിട്ട് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? എല്ലാ ദിവസവും നമുക്ക് കളിക്കാനുള്ള സമയമായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതാണ് ഈ പോയം. നമ്മൾ ഈ പോയം മനസ്സിലാക്കിയിട്ട് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് ഡു ദ സ്പീക്കർ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് എൻജോയ് ഡൂയിങ് ടുഗദർ? അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് സ്പീക്കറും അവൻ്റെ ഫ്രണ്ട്സും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ എന്താ? റീഡിങ് ബുക്സ് ആൻഡ് ഡൂയിങ് ഹോം വർക്ക്സ്. ബുക്സ് വായിക്കുന്നത് ഹോംവർക്ക് ചെയ്യുന്നതും ആണോ? അല്ല. കുക്കിംഗ് ആൻഡ് ഗാർഡനിങ്. ഇപ്പോൾ ഇതിൽ എവിടെയെങ്കിലും കുക്ക് ചെയ്യുന്നതിനെ പറ്റിയും ചെടികൾ വളർത്തുന്നതിനെ പറ്റിയും പറയുന്നുണ്ടോ? ഇല്ല. പ്ലേയിങ് ഓൺ സ്വിങ്സ് ആൻഡ് വാച്ചിങ് കാർട്ടൂൺസ്. ഊഞ്ഞാലാടുന്നതും കാർട്ടൂൺ കാണുന്നതും. പിന്നെ ഡി എന്താണ്? പെയിൻറ്റിങ് വാൾസ് ആൻഡ് ക്ലീനിങ് റൂംസ്. അതായത് വാൾസ് പെയിൻറ്റ് ചെയ്യുന്നതും റൂം ക്ലീൻ ചെയ്യുന്നതും. വാൾസ് പെയിൻറ്റ് ചെയ്യുന്നതിനെ പറ്റി പറയുന്നുണ്ടല്ലേ, പക്ഷേ റൂം ക്ലീൻ ചെയ്യുന്നതിനെ പറ്റി പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആകത്തില്ല. അപ്പോൾ ആരാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. പ്ലേയിങ് ഓൺ സ്വിങ്സ് ആൻഡ് വാച്ചിങ് കാർട്ടൂൺസ്. വാട്ട് ഡസ് ദ ലൈൻ വിത്ത് കൈൻഡ്നെസ് ഷൈനിങ് ഫ്രം ദ ഹാർട്ട് സേ അബൌട്ട് ഫ്രണ്ട്സ്? അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നല്ലോ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദയ തിളങ്ങുകയാണ് എന്ന് പറഞ്ഞത് എന്തിനെ പറ്റിയാണ് കാണിക്കുന്നത്? ഈ കാണിക്കുന്ന ഓപ്ഷനിൽ നിന്ന് എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഇറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ ദേ ലുക്ക്. അവരെങ്ങനെയാണ് കാണാൻ എന്നതിനെ പറ്റിയാണോ പറയുന്നത്? അല്ല. ഇറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ ദേ ലുക്ക് എന്ന ഓപ്ഷൻ അല്ല. ഇറ്റ് ഷോസ് ദേ ഹാവ് ഫ്ലാഷ് ലൈറ്റ്സ്. അപ്പോൾ അത് കാണിക്കുന്നത് അവരുടെ കയ്യിൽ ഫ്ലാഷ് ലൈറ്റ് ഉണ്ടെന്നാണോ? അല്ല. ഇറ്റ് സേസ് അബൌട്ട് ദ വാല്യൂ ഓഫ് ദിയർ ഫ്രണ്ട്ഷിപ്പ്. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ വെദർ. അപ്പോൾ വെദർ എന്ന് പറയുന്നതാണ്, കാലാവസ്ഥയെ പറ്റിയാണോ ഇത് പറയുന്നത്? അല്ല. അപ്പോൾ എന്താണ് ആൻസർ? ഇറ്റ് സേസ് അബൌട്ട് ദ വാല്യൂ ഓഫ് ദിയർ ഫ്രണ്ട്ഷിപ്പ്. അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയാണ് ഇത് പറയുന്നത്. വാട്ട് ഈസ് ദ ഇമോഷൻ എക്സ്പ്രസ്ഡ് ഇൻ ദ പോം? അപ്പോൾ ഈ പോയത്തിൽ പറയുന്ന ഇമോഷൻ എന്താണ്? ആങ്കർ ദേഷ്യമാണോ? ജോയ് സന്തോഷമാണോ? ഫിയർ പേടിയാണോ? സർപ്രൈസ് ആണോ? ജോയ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. യു ആൻഡ് യുവർ ഫ്രണ്ട്സ് ഹാവ് സോ മച്ച് ഫൺ ടുഗദർ. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒത്തിരി സന്തോഷമുള്ള നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ലേ? റൈറ്റ് ഓൺ ഓഫ് ദ ഫ്യൂ തിങ്സ് യു എൻജോയ് ഡൂയിങ് ടുഗദർ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതുക. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ എഴുതാം? പ്ലേയിങ് ടുഗദർ കളിക്കുക, ഡാൻസിങ് ടുഗദർ ഒരുമിച്ച് ഡാൻസ് ചെയ്യുക, കോളിങ് ഈച്ച് അതർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്യുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാനാണ്? എഡിറ്റ് ചെയ്യാനാണ്. മൈ ഈസ് നെയിം അനു. അപ്പോൾ എൻ്റെ പേര് അനു എന്നാണ് അവിടെ ഉദ്ദേശിച്ചത് അല്ലേ? അപ്പോൾ നമ്മളവിടെ എഴുതേണ്ടത് എന്താണ്? നെയിം ഈസ് അനു. ഐ ആം 10 years old. അപ്പോൾ അതിൽ ഐ ക്യാപിറ്റലാണ് നമ്മൾ എഴുതേണ്ടത്. മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് ആയിഷ. അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? ആയിഷയാണ്. അപ്പോൾ ഫ്രണ്ടിൻ്റെ സ്പെല്ലിംഗ് ഇൻകറക്റ്റ് ആയിട്ടാണ് ഇവിടെ ഉള്ളത്. FRIEND ആണ് ഫ്രണ്ട്. ഷീ ഈസ് ആൻ ഗുഡ് ഗേൾ. ആൻ ഗുഡ് ഗേൾ എന്ന് നമ്മൾ പറയുമോ? എ ഗുഡ് ഗേൾ എന്നല്ലേ പറയത്തുള്ളൂ. കാരണം എന്താണ്? അതൊരു കൺസണൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത്? എ ആണ് ഉപയോഗിക്കുന്നത്. വവൽ ആണെങ്കിൽ മാത്രമേ നമ്മൾ ആൻ ഉപയോഗിക്കുള്ളൂ. വി ഗോ ഡാഷ് സ്കൂൾ ടുഗെദർ. നമ്മൾ സ്കൂളിൽ ഒന്നിച്ചാണ് പോകുന്നത് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടു സ്കൂൾ ടുഗെദർ, ഒരു സ്ഥലത്തേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? ടു. ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അറ്റംപ്റ്റ് എനി വൺ ആക്ടിവിറ്റി ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി ചെയ്താൽ മതി. Chester could not sleep that night. Tomorrow is my first day to school, he thought. He felt lazy. Chester was worried and upset. He wanted to stay at home and play with his friends. അപ്പോൾ ഇത് ആരെ പറ്റിയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ചാപ്റ്ററിൽ
സ്കൂളിൽ പോകാനായിട്ട് ഇഷ്ടമല്ലാത്തൊരു കുട്ടീനെ പറ്റി. ചെസ്റ്റർ കുഡ് നോട്ട് സ്ലീപ്പ് ദാറ്റ് നൈറ്റ്. അവന് സ്കൂളിൽ നാളെ പോകണം എന്നോർത്ത് അവന് ഉറങ്ങാനേ പറ്റിയില്ല. നാളെ അവൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ്. അവന് മടി തോന്നി. ചെസ്റ്ററിന് എന്താണ് വളരെയധികം സങ്കടം തോന്നി. അവൻ അവൻ്റെ അമ്മയോടൊപ്പം വീട്ടിൽ നിൽക്കാനും കൂട്ടുകാരൊപ്പം കളിക്കാനുമാണ് ആഗ്രഹം. ഡസ് ചെസ്റ്റർ ലൈക്ക് ടു ഗോ ടു സ്കൂൾ? ചെസ്റ്ററിന് സ്കൂളിൽ പോകാൻ ഇഷ്ടമാണോ? വിൽ ഹി മിസ് ഹിസ് ഹോം? അവൻ അവൻ്റെ അവൻ്റെ വീട് മിസ് ചെയ്യുമോ? വാട്ട് വിൽ ഹി തിങ്ക് അബൌട്ട് ഹിസ് ഫ്രണ്ട്സ് ഇൻ ദ ഫോറസ്റ്റ്? അപ്പോൾ ഫോറസ്റ്റിലുള്ള അവൻ്റെ ഫ്രണ്ട്സിനെ പറ്റി അവൻ എന്തായിരിക്കും ചിന്തിക്കുക? ഇത് മൂന്നും നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ തോട്ട്സ് എഴുതാനാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ചെസ്റ്റർ ഡിഡ് നോട്ട് വാണ്ടഡ് ടു ഗോ ടു സ്കൂൾ. അവന് സ്കൂളിൽ പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല. ഹി വാണ്ടഡ് ടു സ്റ്റേ അറ്റ് ഹോം ആൻഡ് പ്ലേ വിത്ത് ഹിസ് ഫ്രണ്ട്സ്. അവന് വീട്ടിൽ നിന്ന് അവൻ്റെ ഫോറസ്റ്റിലുള്ള ഫ്രണ്ട്സിനോടൊപ്പം കളിക്കാനായിരുന്നു ആഗ്രഹം. ഹി ഫെൽ സാഡ് ആൻഡ് വറീഡ് ബിക്കോസ് ഹി വുഡ് മിസ് ഹിസ് ഹോം ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ഇൻ ദ ഫോറസ്റ്റ്. അവന് സാഡായി തോന്നാൻ കാരണം എന്താണ്? അവൻ അവൻ്റെ ഫ്രണ്ട്സിനെയും അവൻ്റെ വീടെല്ലാം മിസ് ചെയ്യും. ഹി ഡിഡ് നോട്ട് വാണ്ട് ടു ലീവ് ദം ആൻഡ് ടു ഗോ ടു സ്കൂൾ. ഇവരെല്ലാം വിട്ട് സ്കൂളിൽ പോകാൻ അവന് ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് തോട്ട്സ് എഴുതേണ്ടതെന്ന് മനസ്സിലായല്ലോ. അടുത്ത് നമ്മുടെ ബ്ലൂ എഞ്ചിൻ്റെ തോട്ട്സ് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കുക. വിൽ യു പുൾ ഓവർ അസ് ഓവർ ദ മൗണ്ടെയിൻ? ക്ലൗൺ സോ എ ബ്ലൂ എഞ്ചിൻ കമ്മിങ്. ഒരു ക്ലൗൺ എന്ത് ചെയ്തു? ബ്ലൂ എഞ്ചിൻ വരുന്നത് കണ്ടു. വിൽ യു പുൾ അസ് ഓവർ ദ മൗണ്ടെയിൻ? ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ഹാവ് നോ ടോയ്സ് ഓർ ഗുഡ് ഫുഡ്. ദ ക്ലൗൺ സെഡ്. ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ തോട്ട് ഫോർ എ വൈൽ. അതായത് ക്ലൗൺ എന്താണ് പറഞ്ഞത്? ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ഹാവ് നോ ടോയ്സ് ഓർ ഗുഡ് ഫുഡ്. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ സഹായിക്കുമോ ഈ മൗണ്ടൻസ് കടക്കാൻ? ബോയ്സിനും ഗേൾസിനും കളിക്കാൻ ഒരു ടോയ്സും ഇല്ല, ഭക്ഷണവും ഇല്ല. ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ തോട്ട് ഫോർ എ വൈൽ. അപ്പോൾ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ ചെയ്തു, കുറച്ച് നേരം ഇതിനെപ്പറ്റി ചിന്തിച്ചു. വിൽ ദ ബ്ലൂ എഞ്ചിൻ ബി ഏബിൾ ടു പുൾ ദ ട്രെയിൻ? ബ്ലൂ എഞ്ചിന് ഈ ട്രെയിനിനെ പുൾ ചെയ്യാൻ സാധിക്കുമോ? വാട്ട് വിൽ ഷീ ഫീൽ വെൻ ഷീ സീസ് ദ ഡോൾസ് ആൻഡ് ടോയ്സ് ക്രൈങ്? അവൾക്ക് എങ്ങനെയായിരിക്കും ആ ട്രെയിൻ എന്തായിരിക്കും തോന്നുക അവൾ ഡോളും ടോയ്സും എല്ലാം കരയുന്നത് കാണുമ്പോൾ? വിൽ ഷീ തിങ്ക് അബൌട്ട് ദ ബോയ്സ് ആൻഡ് ഗേൾസ് ഓൺ ദ മൗണ്ടെയിൻ? അപ്പോൾ അവൾ മൗണ്ടെയിനിൻ്റെ മുകളിലുള്ള ബോയ്സിനെയും ഗേൾസിനെയൊക്കെ പറ്റി ചിന്തിക്കുമോ? അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റെഡിലാണ്. ദ ലിറ്റിൽ ട്രെയിൻ റാൻ അലോങ് ദ ട്രാക്സ്. അപ്പോൾ ലിറ്റിൽ ട്രെയിൻ എന്ത് ചെയ്തു? ട്രാക്ക് വഴി ഇങ്ങനെ പോവാണ്. ഹിയർ കാർട്സ് ആർ ഫുൾ ഓഫ് ടോയ്സ് ആൻഡ് ഡോൾസ്. അപ്പോൾ അവളുടെ കാർട്ടിൽ ഫുൾ ടോയ്സും ഡോയ്സും ആണ്. ക്യാൻ യു ഐഡൻറ്റിഫൈ ദം? ഐ ലവ് ഹണി, ഐ സ്ലീപ്പ് ഇൻ കേവ്സ്. അപ്പോൾ നമ്മൾ ഈ ടോയ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഐ ലവ് ഹണി, ഐ സ്ലീപ്പ് ഇൻ കേവ്സ്. എനിക്ക് ഹണി വളരെ ഇഷ്ടമാണ്, ഞാൻ കേവ്സിലാണ് ഉറങ്ങുന്നത്. അപ്പോൾ തേൻ ഇഷ്ടമുള്ള കേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഹകളിൽ ഉറങ്ങുന്നത് ആരാണ്? അപ്പം നിങ്ങളവിടെ 1 എന്ന നമ്പർ ഇട്ടേക്കുന്നത് കണ്ടോ? അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? ബി ആണല്ലേ. ഫൈനൽ ലെറ്റർ ആറാണ്. അപ്പോൾ ബിയും ആറും വരുന്ന ഹണി ഇഷ്ടമുള്ള കേവിൽ ഉറങ്ങുന്ന ആരാണ്? ബിയർ. ഐ ആം ദ ലാർജസ്റ്റ് ആനിമൽ ഓൺ ലാൻഡ് ആൻഡ് ഐ ഹാവ് എ ട്രങ്ക്. ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആനിമൽ, എനിക്കൊരു ട്രങ്ക് ഉണ്ട്. അപ്പോൾ അതാരാണ്? ഇ വെച്ച് തുടങ്ങും. ഫോർത്താണ് അതിൻ്റെ ആൻസർ വരിക. അപ്പോൾ ഫോർത്ത് നോക്കിയാൽ ഇ വെച്ച് തുടങ്ങും. അതാരാണ്? എലഫൻറ്റ്. ദെൻ ഡൗൺ, താഴേക്കുള്ളത് നോക്കിയേ. 2. ഐ ക്യാൻ ഫ്ലോട്ട് ഓൺ വാട്ടർ ആൻഡ് ക്യാരി പീപ്പിൾ. എനിക്ക് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യാൻ പറ്റും, എനിക്ക് ജനങ്ങളെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും, എനിക്ക് ആൾക്കാരെല്ലാം കൊണ്ടുപോകാൻ സാധിക്കും. ബി വെച്ച് തുടങ്ങും, ടി വെച്ച് അവസാനിക്കും. നോക്കിയേ 2 താഴേക്ക് അതാരാണ്? ബോട്ട്. ഐ എം ടോൾ ആൻഡ് ഹാവ് എ ലോങ് നെക്ക് ആൻഡ് ഈറ്റ് ലീവ്സ്. ഞാൻ വളരെ ടോളാണ്, എനിക്ക് ലോങ് നെക്കാണ്, എനിക്ക് ഇലകൾ കഴിക്കാൻ സാധിക്കും. അതാരാണ്? ജിറാഫ്. ഐ എം ഫണ്ണി, ഐ മേക്ക് പീപ്പിൾ ലാഫ് ഇൻ സർക്കസ്. ഞാൻ എന്താണ്? ഫണ്ണിയാണ്, എന്നിട്ട് ഞാൻ എല്ലാവരെയും ചിരിപ്പിക്കും. സർക്കസ് നോക്കിയത് 5 ആണ്. സി വെച്ച് സ്റ്റാർട്ട് ചെയ്യും, എൻ വെച്ച് എൻഡ് ചെയ്യും. അതാരാണ്? ക്ലൗൺ. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്നത് 5th എക്സസൈസ് ആണ്. അപ്പോൾ നമുക്ക് 5th എക്സസൈസ് എന്താണെന്ന് നോക്കാം. കോൺവെർസേഷൻ എഴുതാനാണ് ഈ ക്വസ്റ്റ്യൻ. കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സംഭാഷണം. Chester is standing at the school gate. It was his first day at school. He was worried. Suddenly he met a child named Riley and he too looked sad. അപ്പോൾ ചെസ്റ്റർ സ്കൂളിൽ പോയി. സ്കൂളിൻ്റെ ഗേറ്റിൽ വെച്ച് അവൻ ആദ്യമായിട്ട് ഒരു കുട്ടീനെ കണ്ടു. അവൻ്റെ പേരാണ് റിലേ. ആൻഡ് റിലി ഹീ ടു ലുക്ക്ഡ് സാഡ്. അവന് ഭയങ്കര സങ്കടമായിരുന്നു. ചെസ്റ്റർ ഷെയർ ദ സീക്രട്ട് ഓഫ് കിസ്സിങ് ഹാൻഡ് ടു കംഫർട്ട് റിലി. അപ്പോൾ സങ്കടപ്പെട്ട് നിന്ന റിലീനെ സന്തോഷിപ്പിക്കാനായിട്ട് നമ്മുടെ ചെസ്റ്റർ എന്ത് ചെയ്തു? കിസ്സിങ് ഹാൻഡ്, അതായത് സീക്രട്ട് ഉണ്ടല്ലോ, കയ്യിൽ അമ്മ കിസ് കൊടുത്തില്ലേ, അപ്പോൾ ആ കിസ്സിങ് ഹാൻഡ് എന്നറിഞ്ഞ സീക്രട്ട് ആ റിലിക്കും പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതിനെ പറ്റിയുള്ള കോൺവെർസേഷൻ എഴുതാനാണ്. അപ്പോൾ അവിടെ ആദ്യത്തെ കോൺവെർസേഷൻ തന്നിട്ടുണ്ടല്ലേ, ചെസ്റ്റർ, ഹലോ ഐ ആം ചെസ്റ്റർ. അപ്പോൾ റിലേ എന്തായിരിക്കും പറയുക?
ചെസ്റ്റർ, ഹലോ ഐ ആം ചെസ്റ്റർ. അപ്പോൾ എന്തായിരിക്കും റിലി പറയുക? ഹലോ ഐ ആം റിലി. അപ്പോൾ എൻ്റെ പേരാണ് റിലി. ഐ എം സ്കെയർഡ് ഓഫ് സ്കൂൾ. എനിക്ക് സ്കൂളിൽ പോകാൻ വളരെ പേടിയാണ്. അപ്പോൾ ചെസ്റ്റർ എന്തായിരിക്കും പറയുക? ഡോണ്ട് വറി റിലി, ഐ വാസ് ഓൾസോ വറീഡ് ഓൺ മൈ ഫസ്റ്റ് ഡേ. ചെസ്റ്റർ പറയും, ഞാനും സങ്കടപ്പെടേണ്ട റിലി, ഞാനും ഫസ്റ്റ് ഡേ ആയിട്ട് വളരെ പേടിച്ചാണ് വന്നത്. റിലി, റിയലി വാട്ട് ക്യാൻ ഐ ഡു വെൻ ഐ മിസ് മൈ മദർ? ഞാൻ എൻ്റെ അമ്മയെ മിസ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് റിലി ചോദിക്കുകയാണ്. അപ്പോൾ ചെസ്റ്റർ എന്ത് പറയാണ്? ഐ നോ എ സീക്രട്ട് കോൾഡ് കിസ്സിങ് ഹാൻഡ്. എനിക്ക് കിസ്സിങ് ഹാൻഡ് എന്ന് പറയുന്ന ഒരു സീക്രട്ട് അറിയാം. ഇറ്റ് വിൽ മേക്ക് യു ഫീൽ ബെറ്റർ. അത് നിന്നെ വളരെ സന്തോഷപ്പെടുത്തും. റിലി, താങ്ക് യു ചെസ്റ്റർ, ഐ ഫീൽ മച്ച് ബെറ്റർ നൗ. ഇപ്പം എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്ന് റിലി റിപ്ലൈ ചെയ്യുകയാണ്. ഇനി ഇതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കുക. അറ്റ് ലാസ്റ്റ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ പുൾ ദ ലിറ്റിൽ ട്രെയിൻ ടു ദ ടോപ്പ് ഓഫ് ദ മൗണ്ടെയിൻ. അപ്പോൾ അടുത്ത് എന്ത് ചെയ്തു? ലിറ്റിൽ ബ്ലൂ എൻജിൻ ലിറ്റിൽ ട്രെയിനിനെ പുൾ ചെയ്ത് മൗണ്ടെയിൻ്റെ ടോപ്പിൽ എത്തിച്ചു. ദ ഡോൾസ് ആൻഡ് ആനിമൽസ് ക്രൈഡ് ഔട്ട് ഓഫ് ജോയ്. എന്താണ്, ഡോൾസും ആനിമൽസും എല്ലാം വളരെ സന്തോഷിച്ചു. യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്, ഐ നെവർ തോട്ട് യു കുഡ് ഡു ഇറ്റ്. ദ ലിറ്റിൽ ട്രെയിൻ കൺഗ്രാജുലേറ്റഡ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ. അപ്പോൾ നീ വളരെ നല്ല ജോലിയാണ് ചെയ്തത്, എനിക്ക് തോന്നിയതേ ഇല്ല നിനക്കിത് ചെയ്യാൻ സാധിക്കുമെന്ന് എന്ന് ലിറ്റിൽ ട്രെയിൻ പറഞ്ഞ് ലിറ്റിൽ എൻജിനെ കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവർ തമ്മിലുള്ള കോൺവെർസേഷൻസ് ഇവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുക? സ്വന്തമായിട്ട് എഴുതി നോക്കുക. ഈ കഥയിലെ കുറച്ച് പ്രധാനപ്പെട്ട ഇവൻറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതൊരു കഥയാക്കി നമ്മൾ പൂർണ്ണമാക്കുക. ഐ വിൽ ക്യാച്ച് യു നോ. ഞാൻ നിന്നെ ഇപ്പോൾ പിടിക്കും എന്നാണ് ആദ്യമായിട്ട്. ആരൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്? നമുക്കിവിടെ ഒരു പട്ടിയും കാണാം, ഒരു കോഴിയും കാണാം. ഞാൻ നിന്നെ ഇപ്പോൾ പിടിക്കും എന്നാണ് പട്ടി ആദ്യം പറയുന്നത്. അപ്പോൾ അങ്ങനെ പിടിക്കുകയും ചെയ്തു. അപ്പോൾ പക്ഷേ എന്ത് പറ്റി? ഈ മൂന്നാമത്തെ ഇവൻറ്റിൽ എന്താണ്? ഈ ഡോഗ് ഒരു കുഴിയിലേക്ക് വീണു. അപ്പോൾ എന്ത് ചെയ്തു? കോഴി വേഗം പറന്ന് മുകളിലേക്ക് പോയി. ഓ ഗോഡ്, ഐ ആം സേഫ്. വൺ ഡേ എ ഡോഗ് സോ എ ഹെൻ ആൻഡ് ഡിസൈഡ് ടു ക്യാച്ച് ഇറ്റ്. ഒരു ദിവസം ഒരു പട്ടി ഒരു കോഴിയെ കണ്ടെന്നിട്ട് അതിനെ പിടിക്കാനായിട്ട് നോക്കി. ദ ഡോഗ് ചേസ് ദ ഹെൻ സേയിങ് ഐ വിൽ ക്യാച്ച് യു നൗ. അപ്പോൾ ഡോഗ് എന്ന് പറഞ്ഞു, ഞാൻ നിന്നെ ഇപ്പോൾ പിടിക്കുമെന്ന് പറഞ്ഞു. ദ ഹെൻ റൺ ആസ് ഫാസ്റ്റ് ആസ് ഇറ്റ് കുഡ് ആൻഡ് സഡൻലി ഫെൽ ഇൻ ടു എ ബിഗ് ഹോൾ. പക്ഷേ എന്ത് പറ്റി? ഇവർ രണ്ടുപേരുടെ ഒരു വലിയ ഹോളിലേക്ക് വീണു. ദ ഡോഗ് ഓൾസോ ഫെൽ ഇൻ ടു ദ hole while chasing the cat. The hen quickly climbed out of the hole and ran away. പക്ഷേ എന്ത് ചെയ്തു? ഹെൻ വേഗം ആ ഹോളിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഓടിപ്പോയി. The dog was left inside the hole and could not get out. The hen looked back and said, oh God, I am safe. പക്ഷേ എന്ത് ചെയ്തു? പട്ടിക്ക് ആ കുഴിയിൽ നിന്ന് എണീക്കാൻ പറ്റിയില്ല. പക്ഷേ കോഴി വേഗം പറന്നു പോയി. അപ്പോൾ കോഴി എന്ത് പറഞ്ഞു? ഞാൻ ഇപ്പോൾ സേഫാണ് ദൈവമേ എന്ന് പറഞ്ഞു. ഇത്രയും ക്വസ്റ്റ്യൻസാണ് ലാസ്റ്റ് ഇയറിൽ ഓണം എക്സാമിന് ചോദിച്ചത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ടെക്സ്റ്റ് എല്ലാം പ്രിപ്പയർ ചെയ്ത് എല്ലാവരും നന്നായിട്ട് പോയി എഴുതുക. ഓൾ ദി ബെസ്റ്റ്.